ഇന്നൊരു അടിപൊളി വെണ്ടക്ക മുരുകറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെണ്ടക്ക തമ്മിൽ ഒട്ടൂല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോൾ വെണ്ടക്ക കറി വെക്കുകയാണെങ്കിലും വെണ്ടക്ക കുഴഞ്ഞു മറിഞ്ഞൊക്കെ ആയിരിക്കുമല്ലോ, ഇത് അങ്ങനെയല്ല. പിന്നെ നമുക്ക് തുടങ്ങാല്ലേ. അങ്ങനെ ഞാൻ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ, അതിലോട്ട് കുറച്ച് കടുക്, ആ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരൊറ്റൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തത്, കുറച്ച് വറ്റൽമുളകും ഒരു വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മറ്റൊരു ചട്ടിയിൽ ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് ആ വഴറ്റിയ വെണ്ടക്ക ഇതിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴന്ന് വരും. നമുക്ക് ഇതിലോട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നോട്ടെ. അതിനുശേഷം നമുക്കിത് തുറന്നു വെച്ചിട്ട് ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ഇടേണ്ട പ്രധാന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി, കുറച്ച് മുളകും പൊടി കേട്ടോ. മെയിൻ ഹൈലൈറ്റ് ഫ്ലേവർ എന്ന് പറയുന്നത് കായപ്പൊടിയാണ് കേട്ടോ. ഈ ഒരു കായപ്പൊടി ഇല്ലാതെ നിങ്ങൾ ഈ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും വെണ്ടക്ക മുരുകറി ആവൂല. അപ്പൊ അത് ഇതിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ മൂടി വെക്കുക. അപ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു മോര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മോര് കട്ടയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് വേണം കേട്ടോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ആകെ കറി പിരിഞ്ഞൊരു പരിഭാവം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ പണി. നമ്മുടെ വെണ്ടക്ക മുരുകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോഴെന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. മോര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിള വരാം, നല്ലപോലെ കുറുക്കി തിളപ്പിക്കരുത് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതുവരെ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിലൂടെ വരട്ടെ.